അപ്പോൾ ഇനി നേരെ ഞങ്ങൾ ബ്ലൂ ലഗൂണിലേക്ക് വിടുവാണ്. മല കയറുന്നതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമസ്കാരം. വിയറ്റ്നാം, തായ്ലൻഡ്, കംബോഡിയ, മ്യാൻമാർ, ചൈന ഈ 5 രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ലാവോസ്. ലാവോസിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ലാവോസിലെ നാംസെ വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇവിടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന സോങ്തേവ് എന്ന ഒരു വാഹനത്തിലാണ് പോകുന്നത്. ഒരു പിക്കപ്പ് ട്രക്കിനെ പാസഞ്ചർ വാഹനമാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് സോങ്തേവ്. അതുപോലെ ടുക്ടുക്കും ഇവിടെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. ഇവിടുത്തെ റോഡ് ഇത്തിരി പൊട്ടിപ്പൊളിഞ്ഞതുകൂടി ആയതിനാൽ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ വലിയ സുഖമൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ ഒരു ലോക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടുത്തെ ആളുകൾ സാധാരണ യാത്ര ചെയ്യുന്നൊരു വണ്ടിയാണിത്. ചെറിയ ടൗണുകളൊക്കെ കടന്ന് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള കരകളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ലാവോസ്. ദീർഘകാലം ഫ്രഞ്ച് കോളനിയായിരുന്ന ലാവോസ് 1949 സ്വാതന്ത്ര്യം നേടിയത്. ഏറെക്കാലം നീണ്ടുനിന്ന ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തി. കുറഞ്ഞ ചെലവിൽ സന്ദർശിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ലാവോസ്. സാമ്പത്തികമായി അത്ര പുരോഗതിയിലല്ലാത്ത ലാവോസിന് ടൂറിസം ഒരു കൈത്താങ്ങാവുന്നുണ്ട്. ഇന്നലെ ഈ പുഴയിൽ വച്ചാണ് എൻ്റെ ഐഫോണും ക്യാമറയും എല്ലാം നഷ്ടപ്പെട്ടത്. ടിപ്സി ട്യൂബ് എന്നൊരു വാട്ടർ ആക്ടിവിറ്റി എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് എല്ലാം കയ്യിൽ നിന്ന് പോയത്. കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് ഈ 3 രാജ്യങ്ങളിലായി 13 ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോകളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു. നല്ല ഒരുപാട് കാഴ്ചകൾ അങ്ങനെ മിസ്സായി. നഷ്ടങ്ങൾ അങ്ങനെ പലതും ഉണ്ടാവും, പക്ഷേ യാത്രകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കാണുന്നതെല്ലാം മഡ് ബഗ്ഗീസാണ്. ചെളിയിലൂടെയും വെള്ളത്തിലൂടെയുമുള്ള അഡ്വഞ്ചർ ട്രാവലിന് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ അരമണിക്കൂറത്തെ നടുപൊടിക്കുന്ന യാത്രയ്ക്ക് ശേഷം നമുക്ക് കയറേണ്ട മലയുടെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് മലകയറ്റം തുടങ്ങാം. ഇവിടെ മലയുടെ അടിവാരത്തിൽ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നുമാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതും. മല കയറുന്നതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. 20,000 കിപ്പാണ് ടിക്കറ്റ്. നമ്മൾ 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടോട്ടൽ 60,000 കിപ്പ്. ഇവിടെ എൻട്രൻസിലായി ഇവിടുത്തെ ഭരണകക്ഷിയായ ലാവോ പീപ്പിൾസ് റവല്യൂഷണറി പാർട്ടിയുടെ ഫ്ലാഗും ലാവോസിന്റെ നാഷണൽ ഫ്ലാഗും വെച്ചിട്ടുണ്ട്. ഭരണകക്ഷി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, ആകെ ഒരു പാർട്ടിയേ ഉള്ളൂ. ഞങ്ങളങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നുമില്ല, ഒരു കാട്ടുവഴി എന്ന് വേണമെങ്കിൽ പറയാം. I got stuck. Oh, very slippery, very slippery. ഇത് ഭയങ്കര സ്ലിപ്പറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പസ പോലത്തെ മണ്ണാണ്. ആ തെന്നി പോവാണ്. നല്ല വഴുക്കലുള്ള മണ്ണായതുകൊണ്ട് കയറുന്നവരും ഇറങ്ങുന്നവരും അത്യാവശ്യം പാടുപെടുന്നുണ്ട്. ഈ മണ്ണിനെ ഭയങ്കര പശയാണ്, തെന്നി പോകും. $380 ഈ ഹൈക്ക് വരുന്നത്. നമ്മൾ അതിൻ്റെ ഏകദേശം 100 മീറ്റർ ആയിട്ടുണ്ട്. ടോട്ടൽ ഏകദേശം ഒരു അരമണിക്കൂറോളം സമയം എടുക്കും ഇതിൻ്റെ മുകളിൽ ചെല്ലാൻ. ഇവിടെ നടക്കുന്ന വഴിയിൽ എവിടെയും നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മളെങ്ങാനും നിന്ന അപ്പം കൊതുക് കടി തുടങ്ങും. 1 മിനിറ്റ് പോലും നിൽക്കാൻ കൊതുക് സമ്മതിക്കുകയല്ല. 1 മിനിറ്റ് നിന്ന് അപ്പക്കടി തുടങ്ങും. സൈഡിലൊക്കെ ഇങ്ങനെ മുള വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. ഒരു ചെറിയ 18-ാം പടിയും കൂടി ഉണ്ട് കയറാം. ചിലയിടത്തൊക്കെ കയറാനും ഇറങ്ങാനുമായി ഇതുപോലുള്ള മരഗോവണികൾ വെച്ചിട്ടുണ്ട്. എന്നാൽ അതും മഴ പെയ്ത് തെന്നിക്കിടക്കുകയാണ്. അല്ലാതെ കൊതു കടിച്ചതുകൊണ്ടാ.
ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഇതുപോലെ അല്പം കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി വേണം മുകളിലേക്ക് എത്താൻ. മിനുങ്ങി കിടക്കുന്ന കല്ലുകളാ, മാർബിൾ പോലെ കല്ലുകളൊക്കെ കിടക്കുന്നത്. ഹായ്, യു ആർ ഫ്രം ഇന്ത്യ? യെസ്. ഓ, താങ്ക് യു. നമസ്തേ. From Lao. ലാവോ? യു ആർ ഫ്രം? Sabadi. ഓക്കെ, അതെവിടെയാന്ന് എനിക്ക് മനസ്സിലായില്ല. ഹലോ. ഇത് ഇറങ്ങാൻ ഞങ്ങൾ പാടുപെടും. നമ്മളങ്ങനെ നടന്ന് 200 മീറ്റർ ദൂരം കഴിഞ്ഞു. 200 മീറ്റർ എത്തിയതിൻ്റെ ബോർഡാ. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടുള്ള ഈ കയറ്റം ഇച്ചിരി റിസ്കിയാണ്. ഒരു ഐഫോൺ ഞാൻ വെള്ളത്തിൽ കളഞ്ഞിട്ട് വരുന്ന വഴിയാ. എൻ്റെ 12 ദിവസം ഫൂട്ടേജാണ് പോയത്. 12 ദിവസം കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് നടന്ന് ഷൂട്ട് ചെയ്തത്. ഇടയ്ക്കെല്ലാം മുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. ഇത്തിരി സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ ഈ മലകയറ്റം നടക്കൂ. ഇദ്ദേഹത്തെ ഞങ്ങൾ ലാവോസിൽ എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണ്. ഇത്രയും വലിയ കയറ്റം കയറിയതിന്റെ ക്ഷീണം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. അങ്ങനെ വലിഞ്ഞു കയറി ഒരു വലിയ പാറയ്ക്ക് താഴെ എത്തി. ഇവിടെ നിറയെ പാറകളുള്ള ഒരു ഏരിയയാണ്. എന്തായാലും നടത്തം അവസാനിച്ചിട്ടില്ല, ഇനിയുമുണ്ട് മുകളിലേക്ക് കയറാൻ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ മണ്ണിന്റെ ആ സ്ലിപ്പറി സ്വഭാവം നമുക്ക് ശരിക്കും മനസ്സിലാകും. തെന്നൽ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒന്നൊന്നര തെന്നലാ. ഈ ചെരുപ്പിട്ടോണ്ട് എങ്ങനെ എന്നെ ഒരു ഫ്ലൈറ്റ് കയറ്റുമോ? വലം കൈ ഇടത് മാറി വലത് ചവിട്ടി മണ്ണി ചവിട്ടി ചെളിവാരി എറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നടന്ന് 350 മീറ്റർ ഉയരത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു 30 മീറ്റർ കൂടിയേ കയറാനുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ വിശാലമായി കിടക്കുന്ന വയലുകളും അകലെ വലിയ മലനിരകളുമാണ് കാണാൻ സാധിക്കുക. നല്ല മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുമെങ്കിലും ഇങ്ങോട്ട് കയറി വരുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. വളരെ സൂക്ഷിച്ചു വേണം മലമുകളിലേക്ക് കയറുന്നതും മുകളിലെത്തി കാഴ്ചകൾ കാണാൻ നടക്കുന്നതും. ഇവിടെ മലമുകളിലായി ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാവരും ആ ബൈക്കിന് മുകളിലിരുന്ന് ഫോട്ടോ എടുത്തിട്ടേ പോകാറുള്ളൂ. ഒരു റിസ്കി ഷോട്ടിന് വേണ്ടി പോവാണ്. Yakun. അടിപൊളി. ഇവിടെ ഇവർ മരം കൊണ്ടൊരു പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. അതുപോലെ നല്ല കാറ്റേറ്റ് അകലെയുള്ള കാഴ്ചകളും ആസ്വദിക്കാം. ഇവിടെയുമുണ്ട് മറ്റൊരു ബൈക്ക്. എന്തായാലും ഇതിലിരുന്ന് ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് വേണം താഴേക്കിറങ്ങാൻ. അങ്ങനെ ബൈക്കിൽ കയറി ഞങ്ങളെല്ലാം ഫോട്ടോ എടുത്തു. അതിനുശേഷം ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ സ്ഥലത്ത് പോകുന്നില്ലേ, ഒരു കയത്ത് ചാടാൻ പോകുന്നുണ്ട്. നീല കളറുള്ള കയം. കയം എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞ ലഗൂൺ, ബ്ലൂ ലഗൂൺ.
അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം ഞങ്ങൾ താഴോട്ട് ഇറങ്ങുക. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു തരത്തിൽ താഴെ എത്തി. 2 പ്രാവശ്യം വീണു. ക്യാമറ പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് തിരിച്ചിറങ്ങിയത് മുഴുവൻ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. രാവിലെ തൊട്ട് ആളുകൾ ഇങ്ങനെ കയറി പാറ മുഴുവൻ ഇങ്ങനെ തെന്നിക്കിടക്കുകയാണ്. പാറ മുഴുവൻ മണ്ണ് വെട്ടി. ഈ മണ്ണാണെങ്കിൽ നല്ല തെന്നലുള്ള നല്ല പശയുള്ള മണ്ണുമാണ്. അപ്പോൾ ഈ പാറ ചവിട്ടും തെന്നിപ്പോകും. അല്ലാതെ മണ്ണിൽ തന്നെ ചവിട്ടി വേറെ തെന്നുന്നുണ്ട്. അതുകൂടാതെ പാറ ചവിട്ടി വീണ്ടും തെന്നി വീഴും. പിന്നെ ഒരു തരത്തിൽ കൈകൊണ്ടൊക്കെ വള്ളിയിലൊക്കെ തൂങ്ങി പിടിച്ച് ഒരു തരത്തിൽ താഴെ ഇറങ്ങി. ഇനി ആദ്യം എന്തെങ്കിലും ഒന്ന് കുടിക്കണം. നല്ല കരിക്ക് ഇവിടെ വിൽക്കുന്നുണ്ട്. കരിക്ക് കുടിക്കാം. സ്വന്തം കരിക്കാണ്. ഇതുകൊണ്ട് എൻ്റെ തല വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ ബ്ലൂ ലഗൂണിലേക്ക് വിടുവാണ്. ഇനി അവിടുത്തെ കാഴ്ചകളാണ്. അങ്ങനെ ഓടി വന്ന് ഞങ്ങൾ വീണ്ടും നമ്മുടെ മാട് വണ്ടിയെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നീലക്കുളത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ മനോഹരമായ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ബ്ലൂ ലഗൂണിലേക്കുള്ള യാത്രയിലാണ്. ലാവോസ് സാമ്പത്തികമായി അധികം പുരോഗതി കൈവരിച്ചിട്ടില്ലാത്തൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും കെട്ടിടങ്ങളാൽ നിറഞ്ഞിട്ടൊന്നുമില്ല. ഇതുപോലെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ബ്ലൂ ലഗൂണിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി. 20,000 കിപ്പാണ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ്. അതായത് ഒരാൾക്ക് $1 തികച്ചു വേണ്ട ഇവിടെ എൻട്രിക്ക്. അങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെ സൈഡിലുള്ള പാർക്കിങ്ങിലെത്തി. ഞങ്ങൾ വന്ന മാട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി കുളത്തിലേക്ക് നടക്കുകയാണ്. കുളിക്കണം. ആദ്യം സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് അവിടെ ചാടണോ വേണ്ടോ എന്ന് തീരുമാനം. ഇത് കണ്ടോ, ഒരു വലിയ മല, ഒരു ഒറ്റ പാറ എന്ന് വേണേൽ പറയാം. അതിൻ്റെ ചുവട്ടിലാണ് ഈ പൂളിരിക്കുന്നത്. ഈ കുളത്തിൽ ഒരു കുളി പാസ്സാക്കുക തന്നെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ചാടിയും മറിഞ്ഞും അങ്ങനെ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ് ഇവിടെ. അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു നാച്ചുറൽ പോണ്ടാണ്. വലിയൊരു മലയ്ക്ക് താഴെ ആയതുകൊണ്ട് തന്നെ ഉറവയിൽ നിന്നാണ് വെള്ളം വരുന്നത്. അതുപോലെ ഒരു സൈഡിലൂടെ ഈ വെള്ളം ഒഴുകി പോകുന്നുമുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ബിയർ അടക്കമുള്ള പാനീയങ്ങളും ഫുഡും ഒക്കെ കിട്ടും. അതൊക്കെ ഈ കാണുന്ന ഹട്ടുകളിലിരുന്ന് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാം. ഒരു ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങിയ ശേഷം ഈവനിങ് ടൈമിൽ ഇങ്ങോട്ട് വരാം. ഇവിടെ വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ബിയറും കഴിച്ച് റിലാക്സ് ചെയ്ത് തിരിച്ചു പോകാം. ഇവിടെ വലിയ മലകൾക്ക് താഴെയുള്ള ഈ കുളം കാണുമ്പോൾ നാട്ടിലെ കുളങ്ങളും കയങ്ങളുമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ പോലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ വന്ന് ഈ പോണ്ടിലൊന്ന് കുളിക്കുന്നതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ബ്ലൂ ലഗൂണിലെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഏകദേശം 2 മണിക്കൂർ നേരം ഞങ്ങൾ ഇവിടെ ചാടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.